മുട്ടോളോ താങ്കൾക്ക് ഇപ്പൊ ഞങ്ങളോട് കൂട്ടുകൂടാൻ ഓരോ മുട്ടയും 4 ആക്കി മുറിക്കും. അപ്പൊ 4, 3, 10. ഞങ്ങൾ 2 ഒറ്റ പ്ലേറ്റിലായിട്ട് ഫുഡ് കഴിക്കുക. നീ എന്താടോ പറയുന്നേ? ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. അയ്യോ, നമ്മുടെ സ്വന്തം 5ാമത്തെ ദിവസം. അപ്പൊ 5 ദിവസമായിട്ട് ഞങ്ങൾ ഈ ക്യാരവാനിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ എന്താ ഈ ക്യാരവാനിൽ താമസിക്കുന്നത്? നമുക്ക് ജോലിയില്ലേ? ഞങ്ങൾ എന്തുകൊണ്ടാ ഇതിലെ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് ഈ ക്യാരവാനിൽ ജീവിക്കുന്നത്? അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം അവര് നമ്മുടെ മുന്നത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. കൂടുതൽ പേര് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ കൂടി വന്നിട്ടുള്ളത്. ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിൽ ഒത്തിരി ആൾക്കാർ കൂടി വരുന്നുണ്ട്. ഇപ്പൊ 70K ആയി. ഇപ്പൊ അമ്പോ അപ്പൊ അതിന് സന്തോഷത്തിൽ ഞാൻ പൊന്നുവിനെ ഇവിടെ ഭയങ്കര സീൻ എന്താ വെച്ചാൽ ഇവിടെ റേഞ്ച് ഇല്ലാന്നേ. നമ്മൾ ഇന്നലെ വന്നെടുത്താണ് റേഞ്ചിൽ. ഇന്ന് രാവിലെ എണീച്ച് ഞാൻ പോയിട്ടോ. രാവിലെ എണീച്ചാൽ ഈ കാട്ടിക്കൂടെ മൊത്തം നടക്കുമായിരുന്നു റേഞ്ച് തപ്പിയിട്ട്. വെളുപ്പിന് എണീച്ച് നടക്കുമായിരുന്നു റേഞ്ച് കിട്ടാൻ വേണ്ടിട്ട്. എവിടെ റേഞ്ചിൽ ഇവിടെ ഇത് യോക്കിയാന്ന് വെറുതെ പറയുന്ന കേട്ടോ കാര്യം. ഞങ്ങളിപ്പോ 2 സ്ഥലമായിട്ട് മാറി നിക്കുന്നുണ്ട് നെറ്റ്വർക്കിന് വേണ്ടിട്ട്. നിനക്കെന്താ എത്ര വർഷം? ഞാൻ എണീച്ചു വന്ന് രാവിലെ. ഇവിടെ പോത്തോലെ കൂർക്കം വലിച്ചു പറഞ്ഞു. ഞാൻ രാവിലെ എണീച്ചു പോകട്ടോ. എനിക്ക് കൂട്ടുകാരോട് കമന്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റണ്ടേ? അതിന് ഞാനാണ് രാവിലെ എണീച്ച് പോയിട്ട് ഞാൻ ഈ കാട്ടിലൂടെ ഒക്കെ കയറി നടക്കും. ഇതിലൊക്കെ കയറി നടക്കും വെളുപ്പാങ്കാലത്ത് റേഞ്ചും തപ്പിയിട്ട്. പണ്ട് ഈ ഫോണിൽ സിഗ്നലും പിടിച്ചു പോയി. അതുപോലെ സിഗ്നൽ പിടിച്ചു പോയി. ഇപ്പൊ അതിന് നീ റേഞ്ച് പിടിച്ചു പോകുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യാനല്ലേ? കമന്റ് റിപ്ലൈ കൊടുക്കുന്നില്ലല്ലോ. കമന്റ് നീ റിപ്ലൈ കൊടുക്കുന്നില്ലേ? അതിന് എനിക്ക് നെറ്റ് ഇല്ലല്ലോ. നീ ഹോട്ട്സ്പോട്ട് അടിച്ചു മാറ്റുന്നില്ലേ? അതിന് നിനക്ക് നെറ്റ് കിട്ടിയല്ലേ എനിക്ക് കിട്ടുള്ളൂ. കിട്ടുന്ന സമയത്ത് അടിച്ചു മാറ്റാറുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എന്റെ നെറ്റ് കട്ടത്താണ് ഇവിടെ റിപ്ലൈ വരുന്നത്. എനിക്ക് നെറ്റ് ഓഫർ കയറ്റി തരണം. എന്തുകൊണ്ട് നെറ്റ് ഓഫർ കയറ്റി തരുന്നില്ല? അപ്പൊ കൂട്ടുകാരെ പൊന്നുവിനെ മുട്ട ഒരിച്ച് വാങ്ങി കൊടുക്കാൻ പോട്ടോ. മുട്ട ഒരിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പോവാ. അപ്പൊ കുറച്ചധികം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ക്യാരവാനിൽ നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ഈ വീട്ടിൽ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ അത് കാണിച്ചാല് എങ്ങനെയാണ് നമ്മുടെ ഉണ്ടാക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ജോലി എന്നുള്ളത്. എനിക്ക് എന്താ ജോലി എന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ജോലിയില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയില്ല. ഞാൻ നാട്ടില് കുറച്ച് ഫ്രീലാൻസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് വേറെ ഇവിടെ പ്രത്യേകിച്ച് വേറെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല. നാട്ടിലെ വർക്ക് ഓൺലൈനായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വരുമാനം ഞങ്ങൾ ഇങ്ങനെ താമസിച്ചു പോകുന്നത് കേട്ടോ. ഇതും കൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും റെന്റും അതേപോലെ ബിൽസും എല്ലാം കൂടി അഫോർഡബിൾ അല്ല എടുക്കാന്. അഫോർഡബിൾ അല്ല. അത് കാരണമാണ് ഞങ്ങൾ ക്യാരവാൻ ലൈഫ് ചൂസ് ചെയ്തേക്കുന്നത്. ഇതാകുമ്പോ നമുക്ക് റെന്റ് കൊടുക്കണ്ട. ഇത് നമ്മുടെ സ്വന്തം വീടാണല്ലോ. പിന്നെ സേഫ് ആണ് കൂട്ടുകാരെ, പേടിക്കാനൊന്നുമില്ല. ഞങ്ങൾ ആൾപ്രദേശം ഉള്ളിടത്ത് തന്നെയാണ് നിർത്തുന്നത്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കഷ്ടപ്പാടിന്റെ ടൈം വരുമ്പോൾ നമ്മളത് അയ്യോ അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി എന്ത് ചെയ്യും നോക്കുമ്പോൾ നമുക്ക് കിട്ടിയൊരു വഴിയാണിത്. അപ്പൊ ഞങ്ങൾ ഇതും എന്താ സന്തോഷം. അയ്യോന്ന് പറയല്ലേ. അപ്പൊ നമുക്ക് കഷ്ടം. നീ എന്താടോ പറയുന്നേ? ഇവള് കണ്ടോ, ഇവള് പ്രാന്തളി. അവൾക്ക് ചോറ് കിട്ടാനിട്ട് അപ്പൊ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നമുക്ക് റെന്റ് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് ജോലിക്ക് പോകാനും പറ്റത്തില്ല. എനിക്കാണ് ജോലിക്ക് പോലും നടക്കൂല. ജോലിക്ക് പോകുന്നതിന്റെ ഇതൊക്കെ ഞാൻ പറയട്ടെ ഒന്ന്. ഇവിടെ കയറി ഞാൻ പറയാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറയുന്നേ മുട്ടോളോ ഒന്നുമില്ല. ഉണ്ട്, ഞാൻ പറയാം. നമ്മൾ ഇവിടെ വീടെടുക്കുമ്പോ നമ്മള് തേങ്ങ കൊല ഇവിടെ ഒരു കാര്യമില്ല. ചുമ്മാ കടന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സംഭവം തലറങ്ങണു. ഒന്ന് എടുത്തോണ്ട് കൂടി അതവിടെ കിടക്ക് കൂട്ടുകാര് സംഭവിക്ക് തലറങ്ങോട്ടോ. പുറകൊഴിഞ്ഞാട്ടെ എന്താടാ മേലെ പുറകോട്ട് തട്ടണോ? കൂട്ടുകാരി സംഭവിക്ക് തലറങ്ങോട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഭയങ്കരമായിട്ടും തലറങ്ങിപ്പോയിട്ടോ. ഇച്ചിരി മുട്ട പൊരിച്ച് ചോറ് തരാൻ പറഞ്ഞപ്പോഴത്തേക്കും തലറങ്ങിപ്പോയി. എന്താടി
എന്ത് സ്വഭാവം ഇവളുടെ. ആ തന്നെ കൊണ്ട് വെച്ചു. കണ്ടോ ഇപ്പൊ തലകറക്കം മാറിയതുണ്ടോ കൂട്ടുകാരെ? നിനക്ക് ഞാൻ നീ മറന്നു നീ മുട്ട പൊരിച്ചു. നീ എന്തിലാ കിടക്കുന്ന? ഞാൻ ആ കുഞ്ഞുവിന്റെ ഉടുപ്പിൽ അപ്പി ഉണ്ടോ അത് കാളെ അതൊക്കെ മാറ്റിയിട്ടായിരുന്നു നീ കയറി കിടന്നേ. എടാ അത് കുഞ്ഞുവിന്റെ അലക്കുന്ന കൊട്ടാൻ എടുത്തിട്. ഇപ്പൊ തലകറക്കം മാറിയില്ലേ? ചെക്ക സ്റ്റൈൽ കാണിക്കുന്ന കേട്ടോ, മസിൽ കാണിച്ചാലോ അങ്ങനെയെങ്കിലും പിടിക്കുന്നില്ല മസിൽ കണ്ടിട്ട്. അയ്യോ ഒന്ന് കാണിച്ചെന്നെ മസില്. എടാ മാക്കാണ്ടവളേനെ പാടത്തൊന്നും വിളിച്ചിട്ടുണ്ട്, അതിനുണ്ടടാ മസില്. നമുക്ക് സ്കൈ ബേബിനോട് ഇന്റർവ്യൂ നടത്താം. അവള് ഹാപ്പിയാണോ നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. ഹലോ 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 മാഡം, ഞങ്ങൾ ഒരു ഓക്കെ പൊന്മണി ചാനലിൽ നിന്നാണ് വരുന്നത്. താങ്കൾക്കിപ്പോൾ ഞങ്ങളോട് കൂട്ടുകൂടാൻ താല്പര്യമുണ്ടോ? ആ ഉണ്ട് പറഞ്ഞു. അപ്പൊ കൂട്ടുകാരെ സാമ്പോ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ഇതാട്ടോ നമ്മുടെ ലൈറ്റർ കേട്ടോ, ഇങ്ങനെ കത്തിച്ചാൽ തീ വരും. മറ്റേ പോലത്തെ സ്പാർക്കല്ല, തീ അടക്കം വരും കേട്ടോ. കണ്ടോ കത്തി നമ്മുടെ ഗ്യാസ് അങ്ങനെ വേണം കേട്ടാ. എന്നിട്ട് നമ്മുടെ കുക്കറിനകത്ത് കണ്ടോ നല്ല കുത്തരി ചോറും നല്ല ചെറുപയറൂടെ ഇട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇത് മാത്രമുള്ള നമ്മുടെ പോഷകാഹാരമാണ്. ചെറുപയർ കഴിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നു പാല് കൊടുക്കുന്നതല്ലേ കുഞ്ഞിന്, അപ്പൊ പോഷകാഹാരം കഴിക്കണ്ടേ. അതാണ് നമ്മുടെ പോഷകാഹാരം. അപ്പം നമ്മുടെ കഞ്ഞിയും ചെറുപയറും വെക്കാം. നമുക്ക് ചോറുണ്ട്, മീനുണ്ട്, നമുക്ക് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സംഭവങ്ങൾ കുറെ ഉള്ള ബ്രോക്കോളി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, മുട്ടയുണ്ട്, പാലുണ്ട്, അത്ര സാധനം നമ്മുടെ അടുത്ത്. എല്ലാ ഹെൽത്തി ഫുഡൊക്കെ ഇട്ട് ഞാൻ കഴിക്കുന്നത്. അപ്പൊ നമ്മള് കൊറേ പേര് നമ്മള് ഹോം ടൂർ ഒക്കെ ചെയ്യാൻ, ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ ചെയ്യൂട്ടോ ഒരു ദിവസം അല്ലേ? ക്യാരവാനിലെ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. ക്യാരവാനിലെ ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം കേട്ടോ. ഇങ്ങനെ നമ്മളൊരു ഇങ്ങനെ കുഞ്ഞി സംഭവത്തിനകത്തുള്ളിൽ നമ്മളിങ്ങനെ ജീവിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇത് പിന്നെ വലുപ്പം ഉണ്ട് കേട്ടോ. നമ്മൾ ആ സാധനം ഒന്നും യൂസ് ചെയ്യാറൊന്നുമില്ല. നമ്മൾ ആകപ്പാടി ഒറ്റ ബെഡ് മാത്രമേ യൂസ് ചെയ്യൂ. ഞങ്ങൾക്ക് എന്താണെന്നറിയോ ഇത്ര സിമ്പിൾ ആയി തോന്നിയത്? നമ്മൾ ഇതിനു മുന്നേ നമ്മൾ നിന്നൊരു റൂം ഓർക്കുന്നുണ്ട് വെച്ചാ. നമ്മൾ ഭയങ്കര കുഞ്ഞൊരു ഇടിഞ്ഞ റൂമില് 4-5 പെട്ടിയും കൊറേ സാധനങ്ങളും ഉണ്ടായിട്ട് ഞങ്ങള് അതിന്റെ മേലെ പെട്ടിയുടെ മേലെ ബെഡിട്ടൊക്കെ ഞങ്ങൾ കിടന്നിട്ടുണ്ട്. അപ്പൊ കുഞ്ഞു ബേബി ഇല്ലാന്ന് മാത്രം ഒരു വ്യത്യാസം. മേലത്തെ മതം തുറന്നതേ. Hello. Oh, hello again. I thought it was you. Hi. You remember the other day? Yes. We've seen the Everything okay? Yeah, everything's fine. You sure? Yeah. We just started caravan life with our newborn baby. So we are actually vloggers. We do YouTube videos. Oh, right. Okay. Yeah. So we just started. So. Yeah, so you just having a camera. Yes. I recognise the. Yeah, this one. I just thought I didn't know if you'd broken down or you was any sort of problem. No problems at all. We are okay. That's okay. Yeah, because Sky? She's 2 months old now. Sky. Sky, yeah. that's Sky. a good name. Sky? Huh? Yeah. സ്കൈനെ കാണാൻ വന്നതാണേ. Sky baby? We're actually shooting a video. Would you like to be a part of this? I don't mind. Yeah. But when I was ഹലോ വാട്ട്സ് യുവർ നെയിം? Pat. Okay. Nice to meet you both. Yeah. So can you say namaskaram? In our language. In our language, namaskaram means hi. Hi, hello. Musa? Namaskaram. Namaskaram. Yes. Yeah. Namaskaram. Thank you. Thank you so Do you much. know? You've heard of you know what Buddha is, or Buddhism? Yeah? Mm-hmm. Yeah. That wasn't his name, but Buddha means Buddha, to rise above human intellect. Oh. Yeah? Yeah. And if you think clouds, Yeah. are thoughts, millions of them. Yeah. Above that is this beautiful blue sky that contains everything. Yeah. You can't see it, but you know it's there. It cannot choose you, but you can choose, and you cannot choose it, but you can choose from it. And it's always clear because you'll never ever
in the cloud of thought. So sky. Sky, that's my sky. All right, thank you very much. Okay, both free. Thank you. Yep, it's a bit small one, right? Doesn't matter. So you live nearby here? Yeah, about a mile and a half away. All right. Yeah, okay. Okay. All right, thank you. Take care, both. Thank you. നമ്മുടെ ചോറ് അതാണ് നമ്മൾ ഉണ്ണാൻ വന്നായിരുന്നു. അപ്പോഴാണ് നമ്മളെ വന്നപ്പോ ഒരാൾ നമ്മളെ കാണാൻ വന്നു. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ഒന്നല്ല, പുള്ളിക്കാരൻ ഇവിടുത്തെ ഒരു സിറ്റിസൺ ആണ്. അപ്പൊ നമ്മളിങ്ങനെ വണ്ടി നിർത്തിയിട്ട് കണ്ടിട്ട് വന്നാട്ടോ എന്താ സംഭവം അറിയാൻ വേണ്ടി വന്നേ. പഞ്ചറങ്ങാനായിട്ട് നിർത്തിയിട്ടതാണോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് അറിയാൻ ചോദിക്കാൻ വേണ്ടി വന്നതാട്ടോ. പ്രായ ഒരു അപ്പൂപ്പനാണേ. അപ്പം പുള്ളിക്കാരൻ എന്തൊക്കെയാ മനസ്സിലായില്ല, ആദ്യം മനസ്സിലായില്ല ബുദ്ധാന്നൊക്കെ പറഞ്ഞപ്പോ, പിന്നെ ലാസ്റ്റ് സ്കൈ എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി കൊച്ചിനെ കുറിച്ചാണ് പറയുന്നത്. ആകാശത്തെ എന്താ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതല്ല അങ്ങനെയല്ല പറഞ്ഞേ. ആകാശം ക്ലൗഡ്സിന് മേലെ ഒരു ഭയങ്കര ഒരു വിശാലമായ സ്ഥലമുണ്ട്. ആ സ്ഥലം നമുക്ക് എന്താണ് അവിടെ നമുക്ക് കാണാൻ പോയി തൊടാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ നമുക്കൊരു വിശ്വാസമുണ്ട് അത് അവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഇല്ലേ. അതുപോലെ ഉയർന്ന് അതുപോലെ ഉയരങ്ങളിൽ എത്തണമെന്ന് നിന്നോട്. അതാണ് സ്കൈ. നിന്നോട് കേട്ടോ, എല്ലാം പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആരോട്? ഞാൻ കഞ്ഞി കുടിക്കട്ടെ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് നല്ല കുത്തരിച്ചോറ്, നമ്മുടെ പയറും, അതുപോലെ തന്നെ എന്താ നമ്മുടെ മീനച്ചാറുണ്ട്, നാരങ്ങാച്ചാറുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട് കേട്ടോ. അപ്പൊ അത് കഴിക്കാവേ. ഇവിടെ കഴിച്ചു തീർക്കും. എടി കുഞ്ഞു സ്പൂണ് നിനക്ക്? എനിക്ക് വലിയ സ്പൂണാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത് കഴിക്കണ്ടേ? അപ്പം നമ്മളിങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത്. നമ്മൾ നല്ല കുത്തരിച്ചോറും അതുപോലെ തന്നെ നമ്മൾ പയറുകൂടെ ഇട്ടിട്ടാണ് കുക്കറിലിട്ട് വേവിക്കുക. വിസിലടുപ്പിച്ച് കഞ്ഞിയായിട്ട് അധികം കുടിക്കുക. നമ്മൾ അച്ചാറും കൂട്ടി, മീനച്ചാർ മമ്മി നാട്ടിൽ നിന്ന് കൊടുത്തിട്ട് മീനച്ചാറുണ്ട്, നാരങ്ങാച്ചാർ നമ്മൾ ഉണ്ടാക്കി നാരങ്ങാച്ചാറുണ്ട്, ഞാൻ വറുത്ത മീൻ വറുത്തതുണ്ട്. അല്ലേ ഞാൻ തിന്നാ ഞാനുണ്ട്. ആ, ഇതൊന്നും തിന്നാൻ ആരുമില്ല, നീ വെറുതെ അല്ലേ ഉണ്ടാക്കുന്നേ. കുറച്ചുകൂടെ കഞ്ഞി ഇട്ടെ. ഞങ്ങൾ രണ്ടും ഒറ്റ പ്ലേറ്റിലായിട്ട് ഫുഡ് കഴിക്കുക. അതാകുമ്പോ 2 പ്ലേറ്റ് കഴുകണ്ടല്ലോ. അല്ലേലും ഞങ്ങൾ തന്നെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു കഴിച്ചോണ്ടിരുന്നേ. ഒറ്റ പ്ലേറ്റ് തന്നെ കഴിക്കുക. ഒറ്റ പ്ലേറ്റ് ഞങ്ങൾ കഴിക്കുമ്പോ വെച്ചാല് ഇത് പെട്ടെന്ന് തീരും. ഒരാൾ കൂടുതൽ കഴിക്കുന്ന ഓർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചോളും. ഇതിപ്പോ ഇവള് പെട്ടെന്ന് കഴിച്ചു തീർക്കുന്നോർത്ത് ഞാനും കഴിക്കും, ഞാൻ പെട്ടെന്ന് കഴിച്ചു തീർക്കുന്നോർത്ത് ഇവക്ക് ടെൻഷൻ ഭയങ്കര. ഞാൻ പെട്ടെന്ന് തീർക്കുന്നോർത്ത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ആരെ ടെൻഷൻ അടിച്ചെന്ന്. മതി കുഞ്ഞാ. അപ്പൊ കൂട്ടുകാരെ ഉപ്പ് മേടിച്ചായിരുന്നു. നമ്മുടെ ഉപ്പാണ്ട് കൂട്ടുകാരെ കണ്ടാ, സ്വന്തമായിട്ട് ഉപ്പുള്ള ഞങ്ങൾ. സ്വന്തമായിട്ട് ഉപ്പുള്ള ഐശ്വര്യത്തിന്റെ ആദ്യത്തെ ഘട്ട ഉപ്പെന്നല്ലേ എല്ലാരും പറഞ്ഞേ. ഉപ്പ് ആദ്യം വീട്ടിലേക്ക് വെക്കണമെന്നല്ലേ പറഞ്ഞേ. നമ്മളത് വെക്കാൻ മറന്നുപോയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ വാങ്ങിച്ചത്. ഇന്ന് എന്താന്ന് അറിയത്തില്ല കൂട്ടുകാരെ, ഇന്ന് പതിവില്ലാത്തൊരു വിശപ്പ് അല്ലേ. രാവിലെ തൊട്ടാണ് കേട്ടോ പതിവില്ലാത്ത രീതിയിൽ വിശപ്പ്. കാലാവസ്ഥ ഭക്ഷണം കഴിച്ചൊരു ദിവസം ഉണ്ട് അതിന്നാ. അങ്ങനെ ഒരു നേരത്തെ ഞങ്ങൾ കഴിച്ചു. അങ്ങനെ കഴിച്ചിട്ടോ. ഇവിടെ അങ്ങനെ പൊരിഞ്ഞ ചൂടാണ് കേട്ടോ പുറത്ത്. ഭയങ്കര ഞെക്കല്ലേ ഭയങ്കര ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂട്. ഞങ്ങള് പിന്നെ ഉറങ്ങി. ആര്? പൊന്നും കുഞ്ഞു കിടന്ന് ഉറങ്ങി കേട്ടോ. നല്ല വെയിലായിരുന്നു പുറത്ത്, നല്ല വെയിലും. വിൻഡോ അങ്ങ് തുറന്നിട്ട് ഇളം കാറ്റ് വീസുതേ. നല്ല വിൻഡോ തുറന്നിടുമ്പോ നല്ല കാറ്റ് വീശും. മുട്ട ബജ്ജി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നേ. പൊന്നു എന്തോ മുട്ട ബജ്ജി എന്ന് പറഞ്ഞാൽ എന്തോ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. മുട്ട പപ്സ് പോലെ ഇരിക്കുന്നത് വേറെ, പക്ഷെ മൈദ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്തൊക്കെ പറഞ്ഞു കേട്ടോ, എനിക്ക് അറിയത്തില്ല. അപ്പൊ ആ പൊന്നു ഭയങ്കര പണിയിലാട്ടോ. പൊന്നു നാണ്ട മൈദ അരിച്ചോണ്ടിരിക്കുക കണ്ടോ. പൊന്നു അപ്പൊ മൈദ നാണ്ട അതിൽ നിന്ന് എടുത്തിട്ട് നമ്മളെടുത്ത് ആ കുഞ്ഞി അരിപ്പേ ഉള്ളു. അപ്പൊ അതിനകത്താണ് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഇതില് മസാല ഇടാം. ഫസ്റ്റ് നമ്മൾ ഇടേണ്ടത് ഉപ്പാണ്. ഉപ്പ് തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഞാൻ ഉപ്പിട്ടുണ്ട്. എനിക്ക് എല്ലാം കഴിക്കണം കേട്ടോ കൂട്ടുകാരെ. മഞ്ഞൾപ്പൊടി. അപ്പൊ ഞാൻ ഇച്ചിരി ഗരം മസാല ഇടുന്നുണ്ടേ. അപ്പൊ മുളക് പൊടി കുറച്ചിടാം കേട്ടോ നമുക്ക്. എരിവതയും കൂട്ടണ്ട. കുറച്ച് കായപ്പൊടി ഇടാം കേട്ടോ നമുക്ക്. കായപ്പൊടി ഇടാം. ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ചിടാവുള്ളേ, കുറെ ഒന്നും ഇടരുത് കേട്ടോ. നമുക്ക് ശരിക്കും കടലമാവ് വേണമായിരുന്നല്ലേ. കടലമാവിലൊക്കെ ഉണ്ടാക്കുന്നത്, പക്ഷെ നമ്മളിങ്ങനെ നല്ല ഉണ്ടാക്കുന്നത്. ക്രഷ് ചെയ്ത് മുളക് ഇട്ടാലോ, എല്ലാം ഉണ്ടല്ലോ. ക്രഷ് ചെയ്ത വറ്റമുളക് ഇടുന്നുണ്ട്. നമുക്ക് ഈ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനം വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്കുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. വിശന്നാൽ നമ്മളുള്ള സാധനം വെച്ചിട്ട് നമ്മൾ എന്തും ഉണ്ടാക്കും. പിന്നെ അല്ല. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവാണേ. നമ്മൾ അന്ന് മറ്റേ ക്യാനകത്ത് എടുത്ത് വെച്ചിരുന്നില്ലേ വെള്ളം, ആ വെള്ളം കേട്ടോ ഇത്. ആ കപ്പിലെടുത്ത് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ അപ്പാട് വെച്ചിട്ട് വെള്ളം തീർന്നു. നല്ല മണം വരുന്നുണ്ടല്ലേ. ഗരം മസാലയും ക്രഷ്ഡ്
ഇതൊക്കെ ഇട്ടിട്ട് കണ്ടോ, ഈ ഒരു ഇത്ര ഒരു ടൈറ്റ് വേണം കേട്ടോ. അപ്പൊ നമ്മളെടുത്ത് 3 മുട്ടയുണ്ട്. 3 മുട്ട നമ്മൾ 4 മുറിക്കും. അതെ, ഓരോ മുട്ടയും 4 മുറിക്കും. അപ്പൊ 4, 3, 12 പീസ് ഉണ്ടാവും കേട്ടോ. 12 അപ്പൊ 6 വെച്ചെടുക്കാം അല്ലേ? അപ്പൊ 12 പീസ് ഉണ്ട് കേട്ടോ നമുക്ക് മുട്ട. അപ്പൊ 12 ബജ്ജി ഉണ്ടാവും. നമ്മൾ ഇതിന് മുക്കിയിട്ടാണ് ഇതിനകത്ത് വെച്ചിട്ട് പൊരിച്ചെടുക്കും കേട്ടോ. ഇവിടെ ഇരിക്കും. അപ്പൊ ഇത് മുട്ട ബജി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാനവിടെ പൊരിക്കുന്നേ, പൊന്നും എടുത്തിട്ട് ഞാൻ പൊരിച്ചെടുക്കും കേട്ടോ. അപ്പൊ കൂട്ടുകാരെ ഇതാ നമ്മുടെ പക്കാവട ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അയ്യോ പക്കാവട തിന്നോ? ഉള്ളിവടയാടാ. ആ ഉള്ളിവട ഉണ്ട് കേട്ടോ. ഉള്ളിവടയുണ്ട്, പിന്നെ നമ്മുടെ മുട്ട ബജ്ജി ഉണ്ട്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാട്ടോ. ഞാനൊരു കടി കടിച്ചു കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയാ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അടിപൊളിയാട്ടോ. അപ്പൊ കൂട്ടുകാരെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ കുറെ കൂട്ടുകാർ നമ്മളോട് ചോദിച്ചായിരുന്നു എന്താണ് Q&A സെഷൻ ചെയ്യൂ, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് അവർക്ക്. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിനുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോന്റെ കമന്റ്സിനകത്ത് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നാളത്തെ വീഡിയോനകത്ത് നമ്മുടെ Q&A സെഷൻ ആയിരിക്കും. ഇവളെല്ലാം ഉത്തരം പറയും. ഇവളെ കൂടി ഞാൻ പറയിപ്പിക്കും. നമുക്ക് കമ്മ്യൂണിറ്റി ടാബില് പോസ്റ്റ് ഇടാം. അപ്പൊ അത്രയുള്ള കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം. മറ്റൊരു വീഡിയോ നാളെ കാണാം.